മെമ്മറി കാർഡായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. അവരുടെ ഭാഗത്ത് ഉള്ള തെളിവുള്ളതുകൊണ്ടാണ് അവർ പുറത്തു കൊണ്ടുവരാത്തത്. ഇതിൽ എൻ്റെ ഭാഗത്തോ ഏതെങ്കിലും ഒരു ചെറിയൊരു തെറ്റുണ്ടായിരുന്നെങ്കിൽ അത് പുറത്തു വന്നേനെ. ഇത് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂരിൽ ഇങ്ങനെ ഒരു കേസില്ലേ, വേറെ കൂടെ ഇങ്ങനെ ഒരു കേസില്ലേ, വാഹനം നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള റോഡിലെ തർക്കത്തെ തുടർന്നുള്ള ഈ ഒരു വിഷയം നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ KSRTC ബസ്സിൽ ഉണ്ടായിരുന്ന ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതെ പോകുന്നത്, അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് അതിലുണ്ടോ എന്നുള്ള സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിൽ KSRTC ഡ്രൈവറായ യദു പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഈ ബസ് പരിശോധിച്ചപ്പോൾ ഈ ക്യാമറയ്ക്ക് മെമ്മറി കാർഡ് ഇല്ല എന്ന് മനസ്സിലായത്. ഈ മെമ്മറി കാർഡ് എവിടെയാണ് പോയിരുന്നത്? അത് താങ്കൾ ബസ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ മെമ്മറി കാർഡ് അതിലുണ്ടായിരുന്നോ? മെമ്മറി കാർഡായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ CMD സാധാരണ ഷിഫ്റ്റ് ബസ്സിൻ്റെ കാര്യം ഞാൻ ഒരു ദിവസം ഷിഫ്റ്റ് ബസ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് CMD നേരെ ഈ റെക്കോർഡ് CMDയുടെ ഇതിലോട്ടാണ്, ഷിഫ്റ്റ് ബസ്സിൽ അങ്ങനെയാണ്. ഇതിൽ മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഈ വാർത്ത വന്നതിന് ശേഷമാണ് എനിക്കറിയാമെന്നുള്ളത്. മെമ്മറി കാർഡ് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞും കൂടാ. പക്ഷേ മെമ്മറി കാർഡ് ഞാൻ എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അതോടെ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. സംഭവം അവർ മെമ്മറി കാർഡ് അവരാരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ മെമ്മറി കാർഡ് ഇട്ട് കാണും, നോക്കി കാണും. പരിശോധിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവരെ മാഡവും സാറും ഉണ്ടല്ലോ, അവരുടെ ഭാഗത്ത് ഉള്ള തെളിവുള്ളതുകൊണ്ടാണ് അവർ പുറത്തു കൊണ്ടുവരാത്തത്. ഇതിൽ എൻ്റെ ഭാഗത്തോ ഏതെങ്കിലും ഒരു ചെറിയൊരു തെറ്റുണ്ടായിരുന്നെങ്കിൽ അത് പുറത്തു വന്നേനെ, മെമ്മറി കാർഡ് പുറത്തു വന്നേനെ. പക്ഷേ അത് വരാത്തടത്തോളം കാലം അതിനി പുറത്ത് വരെയൊന്നുമില്ല. ഇവരാരെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളയും. എന്നുവെച്ചാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കേസ് എടുക്കണം. ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി ആരെന്ന് കണ്ടെത്തണം. പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ, തമ്പാനൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. കണ്ടുപിടിക്കാൻ എന്ന് വെച്ചാൽ കേസെടുത്ത് ആത്മാർത്ഥമായിട്ട് പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇവർ പാർട്ടി ബേസിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പാർട്ടിക്കാരുടെ ഇടയിൽ ഈ മാഡം പാർട്ടിയിൽ അനുഭാവി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇത് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോന്നുന്നില്ല, പുറമേ എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ പിന്നെ ഈ മറ്റ് ബസ്സുകളിൽ ഈ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ? ഇത്തരം താങ്കൾ ഓടിക്കുന്ന പോലെ ഈ പക്ഷേ ഒരു മെമ്മറി കാർഡിൻ്റെ ഈ ക്യാമറയുടെ സ്ക്രീൻ നമ്മുടെ മൊബൈൽ പോലെ ഇത്രയും വലിയൊരു സ്ക്രീനാണ്. സ്ക്രീന് മൊബൈലിനെക്കാട്ടി വലിയ സ്ക്രീനാണ്. ഇങ്ങനെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അങ്ങ് സ്റ്റിയറിങ് കഴിഞ്ഞ് ബോണറ്റിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് പോലും അല്ല, ബോണറ്റിൻ്റെ അടുത്ത്. ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഒരു കോളം, ഇതേപോലെ ഓരോ കോളമായിട്ട് 4 ക്യാമറ ഉണ്ടെങ്കിൽ 4 കോളം. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് മെമ്മറി കാർഡിൻ്റെ എംബ്ലം കൊടുത്തിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത്, അതായത് റെക്കോർഡ് ആവണം എന്നുള്ള തെളിവാണ്. അത് നമ്മൾ മിക്ക റിവേഴ്സ് എടുക്കാൻ കണ്ടക്ടർ ഇല്ലാത്ത സമയത്ത് റിവേഴ്സ് എടുക്കാൻ പാടില്ലെന്നാണ്. ചില സമയത്ത് റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ആ ക്യാമറ നോക്കിയാണ് റിവേഴ്സ് എടുക്കുന്നത്. അപ്പോഴൊക്കെ ഇത് ക്യാമറ ഉണ്ടായിട്ട് 10ഓളം ബസ്, നമ്മളെ തമ്പാനൂരിൽ ഞാൻ 4 ബസ് ഓടിച്ച് 4 ബസ്സിലും ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ റെക്കോർഡിങ്ങും മെമ്മറി കാർഡിൻ്റെ കേസ് ഇപ്പോഴാണ് എനിക്കറിയാവുന്നത്. മെമ്മറി കാർഡ് എവിടെ ഇരിക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. ഇപ്പോഴും ആ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, അങ്ങനെ മാത്രമേ അറിയാവുള്ളൂ. ഈ മെമ്മറി കാർഡിന്റെ ചിഹ്നം അതിൽ ബ്ലിങ്ക് ചെയ്യായിരുന്നോ? അത് ഈ റെക്കോർഡ് ആകുമ്പോഴാണെങ്കിൽ കത്തുന്നത് കാണുന്നുണ്ട്. അല്ല, എംബ്ലമായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക, ഒരു ചുവന്ന വരയിൽ ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. ഒരു മെമ്മറി കാർഡിൻ്റെ എംബ്ലം ഇങ്ങനെ, മെമ്മറി കാർഡിൻ്റെ ഇതറിയല്ല നമ്മളെ ഫോണിലൊക്കെ വരുന്നത്, അതിങ്ങനെ കിടപ്പുണ്ട് മേളിൽ. അപ്പോൾ റെക്കോർഡ് ആവാതെ ഒരിക്കലും അങ്ങനെ കാണിക്കൂലല്ലോ. ഈ കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തു. അപ്പോൾ ഉള്ളൊരു പ്രതികരണം എന്തായിരുന്നു? അപ്പോൾ ഉള്ള പ്രതികരണം എന്ന് വെച്ചാൽ എന്നെ നേരെ പരാതി കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എൻ്റെ പരാതി കേട്ടിട്ട് സാറ് ചോദിക്കാൻ വിളിപ്പിക്കുന്നതല്ല. പക്ഷേ എൻ്റെ പരാതി വാങ്ങിച്ചോടനെ ഇന്ന കേസിൽ ഇന്ന വർഷത്തിൽ നിനക്ക് ഇന്ന നിയമ സ്റ്റേഷനിൽ പരാതിയില്ലേ, നീ ഇങ്ങനെ ഇത് സെയിം അലിഗേഷനിൽ പെട്ടിട്ടില്ലേ. ഞാൻ പറഞ്ഞു സാറേ, അത് കോടതിയിൽ കേസായത്, കേസ് തീർന്നതും അത് തെറ്റുകാരനല്ലെന്ന് തന്നെ കോടതി വിട്ടയച്ചതും അതാണ്. ഞാൻ തെറ്റല്ല, അത് അലിഗേഷനാണെന്നുള്ള രീതിയിൽ വിട്ടയച്ചതാണ്, ചുമ്മാ അലിഗേഷൻ മാത്രമാണ് എന്ന് പറഞ്ഞ് വിട്ടയച്ചതാണ്. അപ്പോൾ പറയുന്നത്, നീ അടുത്ത തമ്പാനൂരിൽ ഇങ്ങനെ ഒരു കേസില്ലേ, വേറെ കൂടെ ഇങ്ങനെ ഒരു കേസില്ലേ, വാഹനം റാഷായിട്ട് ഓട്ടിച്ചെന്ന് പറഞ്ഞിട്ട്
വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും വണ്ടികൾ അങ്ങോട്ട് ഇടിക്കും ഇങ്ങോട്ട് ഇടിക്കും. അത് സ്വാഭാവികമാണ്. വാഹനമല്ലേ, റോഡിൽ ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടൊക്കെ പറ്റും. അത് സ്വാഭാവികമാണ്. അതൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ കാര്യമല്ലല്ലോ. ഇവർ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇവരെ ഈ ട്രാഫിക് റൂള് തെറ്റിച്ച് വണ്ടി ഓടിച്ച് ഇപ്പോൾ സാധാരണ എന്നെ പോലെ സാധാരണ ഒരു ജനമായിരുന്നെങ്കിൽ ഇപ്പോൾ നിയമം ഇവർ ഏതൊക്കെ രീതിയിൽ നിയമം എടുത്തനെന്നറിയാമോ? ഇപ്പം അവർക്ക് ഈ പവറുണ്ട് മണിയുണ്ട്. എനിക്ക് മണിയില്ല, പവറില്ല. ജനങ്ങളും മീഡിയാസ് മാത്രമേ ഉള്ളൂ. മീഡിയാസാണ് ആകെ സപ്പോർട്ടും. ജനങ്ങൾ കുറേ നല്ല ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടംപോലെ ഒത്തിരി ആൾക്കാർ. ആലുവ, ദുബായ്, പിന്നെ പല പല സ്ഥലത്തുനിന്നും ആളുകൾ വിളിച്ചിട്ട് നന്ദി പറയുക, ഇത് പ്രോത്സാഹനം തരികയും പിന്നെ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസ് കിടക്കുന്നതുകൊണ്ട് സാമ്പത്തികമായാലും എനിക്ക് ഇത്തിരി ജോലിയില്ലാതെ കുറച്ച് ദിവസം നിന്നാലും ഈ കേസിൻ്റെ പിന്നിൽ വേറെ വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യും. അത് എന്നാലും വേറൊരാൾ സ്നേഹവും കാര്യവും സന്തോഷവും ഒക്കെ തന്നെ സപ്പോർട്ടിങ്ങും ഓക്കെ. പൈസ തരുമ്പോഴത്തേക്ക് ഇതിൽ പോലും ഇവരെ ആൾക്കാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവരെ ആൾക്കാർ എനിക്ക് പൈസ തന്നാലും അറിയാൻ പറ്റൂല. ചതി പിന്നിലുള്ളതാണ്.